ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മിനോക്സിൽ എന്ന മോളിക്യൂളിനെ പറ്റിയിട്ടാണ്. ഞാൻ ഡോക്ടർ ഇർഷാദ് അലി, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ്, സ്കിൻ കെയർ സെന്റർ, പെരിന്തൽമണ്ണ. ഹെയർ റീഗ്രോത്തിന് വേണ്ടി ഡെർമറ്റോളജിസ്റ്റ് എന്ന നിലയിൽ ഞാൻ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മോളിക്യൂളാണ് മിനോക്സിൽ എന്നുള്ളത്. എന്നാൽ മിനോക്സിൽ എന്ന മോളിക്യൂൾ എല്ലാത്തരം ഹെയർ ലോസിനും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു മോളിക്യൂൾ അല്ല. US FDA ചട്ടപ്രകാരം മിനോക്സിൽ അംഗീകരിച്ചിരിക്കുന്നത് മെയിൽ ആൻഡ് ഫീറ്റൽ ബാൾനെസ്സിന് വേണ്ടിയിട്ടാണ്. അതായത് ആൻഡ്രോജനിക് അലോപീഷ്യ, ഹോർമോണൊക്കെ കാരണം വരുന്ന അലോപീഷ്യ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി മിനോക്സിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. മിനോക്സിൽ ചെയ്യുന്നത് നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് ഫ്ലോ, അതായത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ ഹെയർ ഫോളിക്കിൾസിന്റെ റൂട്ടിലേക്കൊക്കെ ബ്ലഡ് ഫ്ലോ കൂടുകയും ഹെയർസ് ഒക്കെ നന്നായി വളരുകയും ചെയ്യുന്നു. നമ്മുടെ ഹെയർ ഗ്രോത്ത് സൈക്കിൾ 3 സ്റ്റേജസ് ആണുള്ളത്. അനാജൻ ഉണ്ട്, ടിലോജൻ ഉണ്ട്, കറ്റാജൻ എന്ന് പറയും. ഒന്നുകൂടി ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് പറയുകയാണെങ്കിൽ ഗ്രോയിങ് സ്റ്റേജ് ഉണ്ട്, റെസ്റ്റിംഗ് സ്റ്റേജ് ഉണ്ട്, ഷെഡിങ് സ്റ്റേജ് ഉണ്ട്. മിനോക്സിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റെസ്റ്റിംഗ് സ്റ്റേജിലെ ഹെയർസിനെ സ്ലോലി കൺവേർട്ട് ചെയ്തിട്ട് അനാജൻ, അതായത് ഗ്രോയിങ് സ്റ്റേജിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഷെഡിങ് സ്റ്റേജിൽ കൂടെ വേണം മുടിക്ക് കടന്നു പോകാൻ. അതുകൊണ്ടാണ് നമ്മൾ മിനോക്സിൽ ഉപയോഗിക്കുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ നമുക്ക് ഹെയർ ലോസ് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ മിനോക്സിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ വളരെ ലോങ് ടേമിലേക്ക് വേണം ലക്ഷ്യം വെച്ച് മിനോക്സിൽ തുടങ്ങേണ്ടത്. ഇനി മിനോക്സിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? മിനോക്സിൽ റെക്കമെൻഡ് ചെയ്യുന്നത് ദിവസം 2 നേരമാണ് മിനോക്സിൽ ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പിൽ വേണം മിനോക്സിൽ ഉപയോഗിക്കേണ്ടത്. വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് മിനോക്സിൽ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവാറുള്ളത്. നമ്മൾ പുരട്ടുന്ന മിനോക്സിൽ, അതായത് ടോപ്പിക്കൽ മിനോക്സിലിൽ പൊതുവെ സൈഡ് എഫക്ട്സ് ഒന്നും കാണാറില്ല. വളരെ റെയറായിട്ട് മൈൽഡ് ഇച്ചിങ്ങോ മൈൽഡ് ഇറിറ്റേഷൻ അത് തന്നെ കാണുന്നത് താരനോ അല്ലെങ്കിൽ സിബോറി ഡെർമറ്റൈറ്റിസ് സ്കാൽപ്പിൽ മാത്രമാണ്. ഇനി മിനോക്സിലിന്റെ സ്ട്രെങ്ത് എത്രയാണ് വേണ്ടതെന്ന് ചിലർ ചോദിക്കാറുണ്ട്. US FDA പ്രകാരം മിനോക്സിലിൽ ഫീമെയിൽസിന് ഉപയോഗിക്കേണ്ടത് 2%ഉം മെയിൽസിന് ഉപയോഗിക്കേണ്ടത് 5%ഉമാണ്. എന്നാൽ ഫീമെയിൽസിന് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിലൊക്കെ 2%ഉം 5% ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മെയിൽസിന് പൊതുവെ സ്റ്റാർട്ടിംഗ് ഡോസ് ഓഫ് മിനോക്സിൽ തന്നെ 5% ആണ്. മിനോക്സിൽ ഇപ്പോൾ 7.5%, 10% ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ മിനോക്സിലിന്റെ എഫക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടി അതിൽ തന്നെ ഒരുപാട് മോളിക്യൂൾസ് ആഡഡ് ആയിട്ട് വരുന്നുണ്ട്. അതായത് ഫിനസ്റ്റൈഡ്, DHT ബ്ലോക്കറായ ഫിനസ്റ്റൈഡ്, അതേപോലെ തന്നെ ഹെയർ പെപ്റ്റൈഡ്സ് ആയ പ്രൊക്കാപ്പിൽ, കാപ്പിക്സിൽ, റിഡൻസിൽ, ഇതൊക്കെ ആഡ് ചെയ്ത മിനോക്സിൽ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മിനോക്സിൽ തന്നെ 2 ടൈപ്പ് ബേസിലാണ് കൂടി ഇറങ്ങുന്നത്. അത് ആൽക്കഹോളിക് ബേസും ഉണ്ട്, നമ്മൾ അക്വസ് ബേസ്, അതായത് വാട്ടർ ബേസും വരുന്നുണ്ട്. അക്വസ് ബേസിന്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ അത് സ്കാൽപ്പിൽ ഇറിറ്റേഷൻ വളരെ കുറവായിരിക്കും, വളരെ സ്മൂത്ത് ആയിട്ട് ഒരാൾക്ക് ഉപയോഗിച്ച് പോകാൻ കഴിയുന്നതാണ്. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, മിനോക്സിൽ പകരം നമുക്ക് എന്തെങ്കിലും മോളിക്യൂൾസ് പകരം വേറെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. മിനോക്സിന്റെ അത്രയും തന്നെ വെൽ സ്റ്റഡീഡ് ആയിട്ടുള്ളതും ശാസ്ത്രീയമായ അടിത്തറയുമുള്ള മറ്റൊരു മോളിക്യൂൾ ഇല്ല എന്ന് ഞാൻ പറയും. എന്നാലും റിഡൻസിൽ, കപ്പാക്സിൽ, പ്രൊക്കാപ്പിൽ, സോ പാൽമെറ്റോ, റോസ്മെരി പോലത്തെ എക്സ്ട്രാക്ട്സ് ഒക്കെ നമുക്ക് ഏർലി സ്റ്റേജസ് ഓഫ് ഹെയർ തിങ് നമുക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. മിനോക്സിൽ ഒരു മാജിക് ഡ്രഗ് ഒന്നും അല്ലെങ്കിലും മിനോക്സിൽ ഷുവറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മോളിക്യൂൾ തന്നെയാണ്. നിങ്ങൾ മിനോക്സിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റ് പോയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് മാത്രം നിങ്ങൾ മിനോക്സിൽ തുടങ്ങുക.